നമ്മൾ മുമ്പേ പഠിച്ചത് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസായിരുന്നു മുമ്പേ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ റെഡീം ആഫ്റ്റർ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഓഫ് ടൈം, അതായത് ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്കും ഈ പ്രിഫറൻസ് ഷെയർസ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം നോക്കാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ അത് നോക്കിയേ. Ex Limited issues 10,000 8% preference shares of ₹100 is at par. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 8% ഡിവിഡൻഡ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആർ എസ്റ്റിമേറ്റഡ് അറ്റ് 3% ഇൻക്ലൂഡിങ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഓഫ് 1% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 3% ആണ്. അതിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷനും കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3%-ൻ്റെ അകത്ത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷനും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇത് ഷെയർസ് ആർ റെഡീമബിൾ ആഫ്റ്റർ 6 years അറ്റ് പാർ. അതായത് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് 6 വർഷം കഴിയുമ്പോൾ റെഡീം ചെയ്യുന്ന കേസാണ്. മനസ്സിലായല്ലോ. അത് പാറിൽ റെഡീം ചെയ്യുന്ന കേസാണ്. അറ്റ് പാർ ആഫ്റ്റർ 6 years. അത് മനസ്സിലാക്കുക. അറ്റ് പാർ ആഫ്റ്റർ 6 years, 6 വർഷം കഴിയുമ്പോൾ നമ്മൾ റെഡീം ചെയ്യും. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് റെഡീമബിൾ ആകുമ്പോൾ റെഡീമബിളിൻ്റെ ഇക്വേഷൻ എന്നായിരുന്നു, ഡി അല്ലേ, ഡി പ്ലസ് ആർ വി മൈനസ് എൻ പി ബൈ എൻ ഡിവൈഡഡ് ബൈ ആർ വി പ്ലസ് എൻ പി ബൈ 2 ഇൻറ്റു 100 എന്ന ഇക്വേഷൻ. നമുക്കറിയാം ഡി ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് എത്രയാണെന്ന് എനിക്ക് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 10,000 ഷെയറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 100 രൂപ വെച്ച് 10,000 ഷെയർ, അതായത് ₹10 ലക്ഷം ഷെയർ. അതിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുമ്പം 8%, 8/100 ആണ്. സോ നമുക്ക് ഡിവിഡൻഡ് എത്ര വരും, 8 1 2 3 80,000. ഓക്കെ, 80,000 ആണ് ഇതിൻ്റെ ഡിവിഡൻഡ്. ഇനി നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് നോക്കാം. ഇത് പാറിലാണല്ലോ, പാറിലായതുകൊണ്ട് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം തന്നെയാണ്. 10,000 ഇൻറ്റു 100, 10,000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. നമ്മുടെ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. എന്നെന്ന് പറഞ്ഞാൽ റെഡീം ചെയ്യുന്നത് 6 വർഷം കഴിയുമ്പോഴല്ല, അപ്പോൾ 6. therefore നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് കെ പി ആണ്, പ്രിഫറൻസ് ഷെയർസ് ആണല്ലോ. കെ പി ഇസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ 80,000 പ്ലസ് ആർ വി എത്രയായിരുന്നു, റെഡീം ചെയ്യുന്ന വാല്യൂ എത്രയാണ്, ഇവിടെ എൻ എന്ന് പറഞ്ഞ 6 years ആണ്. നമ്മൾ എൻ പി ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം. എൻ പിക്കകത്തുനിന്ന് നമ്മുടെ എക്സ്പെൻസസ് കുറയ്ക്കണം അല്ലേ. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3% ആണ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. അതായത് 10 ലക്ഷത്തിൻ്റെ 3%, അതായത് 30,000. അപ്പോൾ നമ്മൾ ഈ എക്സ്പെൻസസ് എന്ന് പറയുന്ന 30,000 ഇവിടെ കുറയ്ക്കണം. അപ്പോൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കെത്ര, 10 ലക്ഷത്തിൽ നിന്ന് 30,000 കുറച്ച് കഴിഞ്ഞാൽ 9,70,000. നമ്മൾ എൻ ഇസ് ഈക്വൽ ടു 6. ഇനി ആർ വി എന്ന് പറയുന്നത് എത്രയാണ്, റെഡീം ചെയ്യുന്ന വാല്യൂ നമുക്കറിയാം 10 ലക്ഷം ആണ് റെഡീം ചെയ്യുന്നത് അല്ല, അതായത് 10,000 ഇൻറ്റു 100 എന്താണ് നമ്മൾ റെഡീം ചെയ്യുന്നത്. ദെൻ ഇനി ഇക്വേഷൻ്റെ അകത്തേക്ക് വരുമ്പോൾ കെ പി ഇസ് ഈക്വൽ ടു 80,000 പ്ലസ് ആർ വി 10 ലക്ഷം മൈനസ് എൻ പി എന്ന് പറഞ്ഞാൽ 9,70,000
ഡിവൈഡഡ് ബൈ 6 വർഷമല്ലേ, 6 വർഷം ഡിവൈഡഡ് ബൈ 10 ലക്ഷം പ്ലസ് 9,70,000 divided by 6 into 100. അപ്പോൾ നമ്മളിത് ചെയ്തു വരുമ്പോഴത്തേക്കും 80,000 പ്ലസ് 10 lakh മൈനസ് 9,70,000 എന്ന് പറഞ്ഞാൽ 30,000 ബൈ 6 എന്ന് വരും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 30,000 ബൈ 6. അപ്പം 30,000 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 6 5 30, 5,000 ഡിവൈഡഡ് ബൈ 19,70,000 ബൈ 6 എന്ന് വരും. 19,70,000 ബൈ 6 എന്ന് വരും. അതായത് 10,10,000 എന്ന് വരും. 10,10,000. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 9.14% എന്ന് കിട്ടും. 10,10,000 അല്ല കേട്ടോ, 19,70,000 ആണ്. 19,70,000 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും ഇൻറ്റു 100 എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് 19,70,000 ബൈ 2 ആവറേജ് ആണല്ലോ. ഡിനോമിനേറ്ററിൽ നമ്മൾ ആവറേജ് ആണ് എടുക്കുന്നത്. സോ ഇവിടെ 2 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 9.14% എന്ന് കിട്ടും. ഇതിനകത്ത് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റിഡംഷൻ വാല്യൂ 10 ലക്ഷം, റെഡീം ചെയ്യുന്ന വാല്യൂ, റെഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് 10 ലക്ഷമാണ്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ NP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം, പിന്നെ ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ കുറയ്ക്കണം, പ്രീമിയം ആണെങ്കിൽ നമ്മൾ കൂട്ടണം എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ മുമ്പ് ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ശ്രദ്ധിച്ചാൽ മാത്രം മതി റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്കറിയാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് റെഡീമബിൾ ആഫ്റ്റർ 6 years തന്നെയാണ്, വിത്ത് 5% പ്രീമിയമാണ്. അപ്പോൾ നമ്മൾ 5% പ്രീമിയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ആകെ വ്യത്യാസം വരുന്നത് ബി പ്രീമിയമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പ്രീമിയത്തിലാണ്, 5% പ്രീമിയം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇക്വേഷൻ്റെ അകത്ത് വ്യത്യാസമൊന്നുമില്ല. KP = D + RV - NP / N all divided by RV + NP / 2 ആവറേജ് ഇൻറ്റു 100. ഇവിടെ ഡിക്കകത്ത് വ്യത്യാസമൊന്നുമില്ല, രണ്ടും 8% ആണ്. സോ D = 80,000. ഇനി നമുക്ക് വ്യത്യാസം വരുന്നത് RVക്കകത്ത് വ്യത്യാസമൊന്നുമില്ല. RV RV ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെഡീമബിൾ ആഫ്റ്റർ 6 years വിത്ത് 5% പ്രീമിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെയല്ല. അതായത് 5% പ്രീമിയത്തിലാണ് നമ്മളിത് റെഡീം ചെയ്യുന്നത്. അതായത് തിരിച്ചു കൊടുക്കുമ്പോൾ RV എന്ന് പറഞ്ഞാൽ റിഡംഷൻ വാല്യൂ എന്നാണല്ലോ. റിഡീം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 5% പ്രീമിയം കൂടെ കൊടുക്കണം. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ളത് 10 ലക്ഷം ആണല്ലോ പ്രിഫറൻസ് ഷെയർ ഉള്ളത്, ഇൻറ്റു 5% പ്രീമിയം കാണുക. അതായത് എത്രയാണ്? 50,000. അപ്പോൾ നമ്മൾ RV എന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എത്രയും കൂടെ കൊടുക്കണം? 50,000 പ്രീമിയം കൂടെ കൊടുക്കണം. പ്രീമിയം, ഓക്കെ, പ്രീമിയം കൂടെ കൊടുക്കണേ.
ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എൻ ബിക്കകത്ത് നെറ്റ് പ്രൊസീഡ്സിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നെറ്റ് പ്രൊസീഡ്സിൻ്റെ അകത്ത് പ്രീമിയം അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. അതായത് നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് എത്ര തന്നെയാണ്, 10 ലക്ഷമാണ്. ഇഷ്യൂ പ്രൈസ് 10 ലക്ഷമാണ്. പക്ഷെ അത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ റെഡീമബിൾ വിത്ത് 5% പ്രീമിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് പ്രൊസീഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിൻ്റെ മുമ്പേ കണ്ടതാണ് 3% എന്താണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് അത് ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പം 30,000 കോസ്റ്റാണ്. ഓക്കെ, ഈ കോസ്റ്റ് എന്ത് ചെയ്യണം, -30,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 9,70,000 എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് 9,70,000, ഇത് 10,50,000. 10,50,000 ആണ്. ഇനി നമ്മൾ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ പി ഇസ് ഈക്വൽ ടു ഡി എത്രയായിരുന്നു, 80,000 പ്ലസ് ആർ വി എത്രയാണ് റെഡീം ചെയ്യുന്നത് 10,50,000 മൈനസ് എൻ പി 9,70,000. ഈ ബാക്കി നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 10,50,000 പ്ലസ് 9,70,000 ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് നമ്മൾ മുമ്പ് സോൾവ് ചെയ്ത പോലെ തന്നെ ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 9.24% നമുക്ക് കിട്ടും. 9.24%. അപ്പോൾ ഇതാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അകത്ത് ഡെപ്റ്റ് പഠിച്ചു, ഡെപ്റ്റിൻ്റെ അകത്ത് റെഡീമബിൾ ഇറഡീമബിളിൻ്റെ കേസ് പഠിച്ചു. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചത് പ്രിഫറൻസ് ഷെയർസ് ആണ്. അതും റെഡീമബിളും ഇറഡീമബിളും കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അകത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ഉള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. കാരണം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രിഫറൻസിനാണെങ്കിലും അതുപോലെ തന്നെ ഡെപ്റ്റ് ക്യാപിറ്റലിനാണെങ്കിലും കൃത്യമായിട്ട് ഇത്ര ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇത്ര ഡിവിഡൻഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഡിവിഡൻസ്, അതായത് ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഡിവിഡൻസ് എത്രയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എല്ലാ വർഷവും ഒരുപോലെ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഓരോ വർഷവും വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്, നമ്മൾ അടുത്ത വർഷമാകുമ്പോൾ ഡിവിഡൻഡ് കൂടുവോ കുറയുവോ അങ്ങനെയുള്ള കാര്യമൊന്നും നേരത്തെ പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൾട്ട് ആണ്, കാൽക്കുലേഷൻ ബിക്കംസ് ഡിഫിക്കൾട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഇക്വിറ്റി ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് കൊടുക്കുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം, അതായത് ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ റേറ്റ് ഈസ് നോട്ട് ഫിക്സഡ് ആണ്, ഫിക്സഡ് റേറ്റ് കൊടുക്കുന്നില്ല. പിന്നെ ഓരോ വർഷം ഈ വേരി ചെയ്യുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില കേസിൽ ചില ഓർഗനൈസേഷൻ ഫുൾ എമൗണ്ടും ഡിവിഡൻഡായിട്ട് കൊടുക്കും, ചിലർ കുറച്ച് എമൗണ്ട് റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് ബാക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പല കേസസ് ഉള്ളത് കൊണ്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ അകത്ത് നമ്മൾ പ്രിഫറൻസിനും ഡെറ്റിനും റെഡീമബിൾ ഇറഡീമബിൾ എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് 3 മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് ഡിവിഡൻഡ് പ്രൈസ് ഓർ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയും. ഈ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്കകത്ത് 3 മെത്തേഡ്സ് ഉണ്ട്. കാരണം ഓരോ ഓർഗനൈസേഷനും ഓരോ തരത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പ്രൈസ് ഓർ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്നാണ്. ഡിവിഡൻഡ് പ്രൈസ് ഓർ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തരുന്ന ഇൻഫർമേഷൻ്റെ ബേസ് 2 തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് D = D/NP ഇൻറ്റു
കെ ഇ ആണ്. കെ ഇ ഈസ് ഈക്വൽ ടു ഡി ബൈ എൻ പി ഇൻറ്റു 100 ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ എൻ പി ഇൻറ്റു 100ഉം ഒന്ന് ഡി ബൈ എം പി ഇൻറ്റു 100ഉം. ഡി ബൈ എൻ പി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് പെർ ഷെയർ. ഇത് രണ്ടെണ്ണത്തിനും ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് പെർ ഷെയർ. ഒരു ഷെയറിന് എത്ര രൂപ വെച്ച് ഡിവിഡൻഡ് കൊടുക്കും എന്നുള്ളതാണ്. ഡിവൈഡ് ബൈ എൻ പി. എൻ പി എന്ന് പറഞ്ഞാൽ ഈ കേസിൽ നെറ്റ് പ്രൊസീഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് പാറിലാണെങ്കിൽ അതിനനുസരിച്ച് പാറിലാണെങ്കിൽ കുഴപ്പമില്ല, ഡിസ്കൗണ്ടിലോ പ്രീമിയത്തിലോ ആണ് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോണം. അതിൻ്റെ അകത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അതിൻ്റെ അകത്ത് വ്യത്യാസമില്ല. ഇനി ഡി ബൈ എം പി എന്ന് പറഞ്ഞാൽ അതായത് ഓൾറെഡി നേരത്തെ ഇഷ്യൂ ചെയ്ത ഷെയറാണ്. അതിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഡിവിഡൻഡ് പ്രൈസ് ഓർ ഈൽഡ് മെത്തേഡ് എന്ന് വെച്ചാൽ അത് രണ്ട് തരത്തിൽ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് രണ്ട് തരത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമേ. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കണം ഏതാ മെത്തേഡ് എന്നുള്ളത്. ഇത് എ ന്യൂ കമ്പനി വൈൽ ഇഷ്യൂയിങ് 10 ഇക്വിറ്റി ഷെയർസ് എക്സ്പെക്ട് ടു പേ എ ഡിവിഡൻഡ് ഓഫ് 12%, വിച്ച് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ടു. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻഡാണ് എന്ന് പറയുന്നത് 12%. ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട് 5% ഓഫ് ഫേസ് വാല്യൂ എന്ന് പറയുന്നുണ്ട്. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇഫ് ദേ ആർ ഇഷ്യൂഡ് അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം വൈൽ ഇഷ്യൂയിങ് 10 ഇക്വിറ്റി ഷെയർസ് എ ന്യൂ കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. ഒരു ന്യൂ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും അത് പുതിയ ഷെയറാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഡിവിഡൻഡ്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ എന്തായാലും കെ ഇ ഈസ് ഈക്വൽ ടു ഡി ബൈ എൻ പി ആയി ഇവിടെ വരുന്നത്. അതായത് മാർക്കറ്റിലുള്ള ഷെയർ അല്ല, ഒരു പുതിയ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ എൻ പി എ വരത്തുള്ളൂ. എൻ പി ഇൻറ്റു 100 ആണ്. ഇനി ഡി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 10 ഇക്വിറ്റി ഷെയർസ് എക്സ്പെക്ട് ടു പേ എ ഡിവിഡൻഡ് ഓഫ് 12% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഷ്യൂയിങ് റുപ്പീസ് 10 ഇക്വിറ്റി ഷെയർസ്. ₹10 എന്നുണ്ട്. ₹10 ഇക്വിറ്റി ഷെയർസ് എക്സ്പെക്ട് ടു പേ ഡിവിഡൻഡ് 12%. അപ്പം 10 രൂപ വരുന്ന ഇക്വിറ്റി ഷെയർസാണ് അവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് നോക്കാം. 10 രൂപയാണെങ്കിൽ 12% എന്ന് പറയുമ്പോൾ is equal to 12/10, that is 1.2 ആണ്. ഇപ്പോൾ കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് 12% ആണ് കമ്പനി കൊടുക്കുന്നത്, വിച്ച് ഈസ് എക്സ്പെക്റ്റേഷൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആഗ്രഹവും ഇത്ര തന്നെ കിട്ടണമെന്ന്. അപ്പോൾ 1.2 ആണ് ഡിവിഡൻഡ്. ഇനി അടുത്തത് എൻ പി കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് പ്രൊസീഡ്സ്, അതായത് പുതിയ കമ്പനി ആണ്, പുതിയ ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഓക്കെ. ഇനി ഇവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ കേസ് പാറാണ്. കേസ് 1 പാറിലാകുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവിടെ ആകെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാനുള്ളതെന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സിൻ്റെ അകത്ത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് അറ്റ് ദ റേറ്റ് 5% ആണ്. അതായത് 10 × 5%. 10 രൂപ വില വരുന്നതിന് 5% നമ്മൾ ഇത് ഫ്ലോട്ടേഷൻ കോസ്റ്റാണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റായത് അതായത് 0.5 എന്ന് വരും. therefore എൻ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? എൻ പി ഈസ് ഈക്വൽ ടു 10 നിന്ന് നമ്മൾ 0.5 കുറയ്ക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.5 എന്ന് വരും. 9.5. therefore KE is equal to D 1.2 by 9.5 into 100 എന്ന് വരും. 1.2 by 9.5 into 100. അതായത് ഇതിൻ്റെ ആൻസർ 12.63% എന്ന് വരും. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസ് ബി. നമുക്ക് ഇത് തന്നെയാണ്, സെയിം ആണ്, ചെറിയ വ്യത്യാസം. രണ്ടാമത്തെ കേസ് പ്രീമിയം 50% പറയുന്നത്, ബാക്കിയെല്ലാം ഒരുപോലെ അല്ലേ. അപ്പോൾ നമുക്ക് പ്രീമിയത്തിലാകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡി എന്ന് പറയുന്നതിന് വ്യത്യാസമൊന്നുമില്ല, 1.2 തന്നെയാണ്.
ഇനി നമുക്ക് വ്യത്യാസം വരുന്ന നെറ്റ് പ്രൊസീഡ്സിൻ്റെ അകത്താണ്. എൻ പി ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യണം. എൻ പി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്ന 50% പ്രീമിയം അല്ലേ. അപ്പം 10 പ്രീമിയം ആകുമ്പം പ്രീമിയം ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 50%. ദാറ്റ് ഇസ് ഈക്വൽ ടു 5. ഇനി നമുക്ക് ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5% പറയുന്നുണ്ട്. ഫേസ് വാല്യൂവിൻ്റെ 5% ഫേസ് വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചായിരുന്നു, 0.5 ആണ്. അപ്പോൾ നമുക്കിവിടെ വരുമ്പം എൻ പി ഇസ് ഈക്വൽ ടു 10. 10ൽ നിന്ന് 5 കൂട്ടണം. 10ൻ്റെ കൂടെ 5 കൂട്ടിയിട്ട് മൈനസ് ഫേസ് വാല്യൂവിൻ്റെ 5% എന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ എടുക്കുന്നത്. സെയിം വാല്യൂ ആണ് 0.5 എന്ന് വരും. അതായത് നമുക്ക് എത്ര കിട്ടും? 14.5 എന്ന് വരും. therefore KE is equal to D എത്രയാണ്? D എന്ന് പറയുന്നത് 1.2 by 14.5 into 100 എന്ന് വരും. 1.2 by 14.5 into 100, അതായത് 8.28% എന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണേ. ഞാൻ ഓൾറെഡി ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പിന്നെ കാൽക്കുലേഷന് പോകാത്തത്. എൻ്റെ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കണം. ചുമ്മാ നോക്കിയിട്ടിങ്ങനെ പോകുന്നാൽ ചെയ്യാനൊന്നും പറ്റുകയില്ല കേട്ടല്ലോ. ചെയ്ത് നോക്കണം, ഇല്ല ഡൗട്ട് വരും. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് 10% പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡി ഈസ് ഈക്വൽ ടു 1.2 ആണ്. അതിൻ്റെ അകത്ത് വ്യത്യാസമില്ല. നെറ്റ് പ്രൊസീഡ്സ് നമ്മളിവിടെ കണ്ടുപിടിക്കണം. നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ പറയുന്നത് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. 10% ഡിസ്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10ൻ്റെ 10% എന്ന് പറഞ്ഞാൽ ₹1 1 അല്ലേ. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എൻ പി ഇസ് ഈക്വൽ ടു ₹10. 10ൽ നിന്ന് 1 കുറയ്ക്കണം. പിന്നെ നമ്മൾ ഇവിടെ ഒരു 5% ഫേസ് വാല്യൂ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പറയുന്നുണ്ട്. അതായത് 0.5 കുറയ്ക്കുക. അപ്പോൾ അത് മനസ്സിലായാലും 10ൽ നിന്ന് 9ൽ നിന്ന് അര പോയി കഴിഞ്ഞാൽ 8.5 എന്ന് വരും. 8.5. therefore KE is equal to 1.2 by 8.5 into 100 എന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 14.12% എന്ന് വരും. 12%. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ന്യൂ കമ്പനി എന്നൊക്കെ പറഞ്ഞ് തരുവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ ഷെയറാണ്. അപ്പോൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് എൻ പി ആണ്. ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് LNG ലിമിറ്റഡ് ഈസ് 140. ഇഫ് ആനുവൽ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ് ഇസ് 30 per share, ഡിറ്റർമിൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള ഷെയറുകളാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? KE ഈസ് ഈക്വൽ ടു D/MP ആണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. D/MP. ഡി എന്ന് പറയുന്നത് നോക്കിയാൽ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് എത്രയാണ്? 30 രൂപയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് പറയുന്നുണ്ട്, 140 into 100. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇത് വളരെ ചെറിയ കാര്യമാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യനൊക്കെ വരാം. അന്നേരം ഇപ്പം അങ്ങനെ ചെയ്തേച്ചാൽ മതി കേട്ടോ. ഇസ് ഈക്വൽ ടു ആൻസർ 21.43% എന്ന് വരും കേട്ടോ. ഇത് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മെത്തേഡ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. അതായത് ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഡിവിഡൻഡ് പ്രൈസ് ഓർ ഈൽഡ് മെത്തേഡിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഇതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് അവർ പറയുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ട് കിട്ടുന്ന ഇത് മുഴുവൻ, അതായത് ഡിവിഡൻഡ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഡിവിഡൻഡ് കംപ്ലീറ്റ് ആയിട്ട്
ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് ഡിവിഡൻഡ് പ്രൈസ് ഓർ ഈൽഡ് മെത്തേഡ്, അത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 100 ആദ്യത്തെ മെത്തേഡിൻ്റെ അകത്ത്. അതിൻ്റെ അർത്ഥം എന്താണ്? കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയാണ് എന്നാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്, ഇതൊരു ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന തുക മുഴുവൻ നമ്മൾ ഡിവിഡൻ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ മെത്തേഡ് അത് പ്രാക്ടിക്കലി ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് വന്നായിരുന്നു. ആ അടുത്ത മെത്തേഡിൻ്റെ പേരാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്നതിൻ്റെ പേര് കേട്ടോ. അത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിവിഡൻഡ് പ്രൈസ് ഓർ ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. പ്ലസ് ഗ്രോത്ത് പ്ലസ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ എമൗണ്ടും ഇവർ ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നില്ല, കുറച്ച് എമൗണ്ട് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് മാറ്റി വെക്കും. അപ്പം ഇവിടെ ഡിവിഡൻഡ് കൊടുക്കുന്ന 100% താഴെയായിട്ടായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുന്നത്. ബാക്കിയുള്ളത് അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും, റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ഞാൻ അടുത്ത മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയ്ക്കകത്ത് തരാം. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് മെത്തേഡില്ലേ, ഡിവിഡൻഡ് ഈൽഡ് ഓർ പ്രൈസ് മെത്തേഡില്ലേ, അതുമായിട്ട് ബന്ധമുള്ളൊരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. എനിക്ക് കണ്ടുപിടിച്ച് എനിക്കൊന്ന് അയച്ചു തരണേ കേട്ടോ. അപ്പോൾ താങ്ക്സ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി പോർഷൻസ് ഇടാവേ.